പ്രിയപ്പെട്ടവരെ, 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിൽ ഇന്ന് 8ാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത നിമിഷങ്ങളും നമ്മുടെ ചിരി ഓർമ്മകളും എല്ലാം ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കായി ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ജീവിതയാത്രയെ കൂടുതൽ മനോഹരവും സന്തോഷകരവുമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങളാണ് സുഹൃത്തുക്കൾ. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം ചിരിക്കാനും പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കാനും വിജയങ്ങളിൽ നമ്മെ അഭിനന്ദിക്കാനും അവർ എപ്പോഴും കൂടെയുണ്ടാകും, അല്ലേ? നമുക്കൊരു ചെറിയ സന്തോഷം മതി നമ്മുടെ സന്തോഷം ഇരട്ടിയാക്കാൻ. നമ്മുടെ ഫ്രണ്ട്സ് അടുത്തുണ്ടെങ്കിൽ ഇരട്ടിയാകും, അല്ലേ? ഇന്നത്തെ അഫർമേഷൻ: ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫ്രണ്ട്സ് ആൻഡ് ദ ജോയ്, സപ്പോർട്ട് ആൻഡ് കൈൻഡ്നസ് ദേ ബ്രിങ് ഇൻ ടു മൈ ലൈഫ്. I cherish our friendships and appreciate every shared moment. സന്തോഷത്തോടു കൂടി ഓർക്കാം. ചില സമയത്ത് നമ്മളുടെ ചെറിയ ചെറിയ കഴിവുകളെ പോലും അവർ അപ്രീഷിയേറ്റ് ചെയ്യാറില്ലേ? നമ്മൾ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി അവർ ആഗ്രഹിക്കാറില്ലേ? യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലെ പ്രകാശമാണ്. നമ്മൾ തളരുമ്പോൾ അവർ ധൈര്യം നൽകുന്നു. നമ്മൾ സ്വയം സംശയിക്കുമ്പോൾ അവർ നമ്മളിൽ വിശ്വസിക്കുന്നു. അവരുടെ സ്നേഹവും കരുതലും പിന്തുണയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ അത്ര അധികം വരയ്ക്കുന്ന ആളൊന്നല്ലായിരുന്നു. ബോട്ടണിക്ക് അത്യാവശ്യം ഭംഗിയായി റെക്കോർഡ് വരയ്ക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 30 ദിവസവും ടീച്ചർ എനിക്ക് പിന്നാലെ നടന്നിട്ടും സൈനൊന്നും തന്നില്ല. എപ്പോഴും കോഫി പ്ലാന്റ് വരയ്ക്കുമ്പോൾ തെറ്റിട്ട് വരുമായിരുന്നു. അപ്പം ഈ ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് എന്തായാലും വരയ്ക്കാൻ കഴിയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്തു. അപ്പം ആ കുട്ടിയുടെ ആ സുഹൃത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് അങ്ങനെ ആയിരിക്കണം, എനിക്ക് റെക്കോർഡിൽ സൈൻ കിട്ടി. അപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ജിതയ്ക്ക് സൈൻ കിട്ടണേന്ന് മാത്രമല്ല, ജിത നന്നായി വരയ്ക്കാൻ സാധിക്കണേ, ജിതയ്ക്ക് നന്നായി വരച്ചിട്ട് ആ കോഫി പ്ലാന്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണേ, അങ്ങനെ ടീച്ചറുടെ സൈൻ കിട്ടണേ, അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ടല്ലേ? അതുപോലെ നമുക്ക് വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്കൊരു പിടി ചോറുമായിട്ട് വരണ അങ്ങനത്തെ സുഹൃത്തുക്കൾ, അല്ലേ? ഞാനൊരു പ്രാവശ്യം വയ്യാണ്ട് ഒരു നിവൃത്തിയില്ലാണ്ട് കിടക്കണമായിരുന്നു ഹോസ്പിറ്റലിൽ. ആ സമയത്ത് എനിക്ക് വേണ്ടി ഇലയിൽ ചോറും സാമ്പാറും അതുപോലെ ഒത്തിരി ക്യാബേജ് ഉപ്പേരിയൊക്കെ ആയിട്ട് വന്ന ഫ്രണ്ടിനെയും ഞാനിപ്പോൾ ഓർക്കണം നന്ദിയോടുകൂടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൈത്താങ്ങായി വന്ന ഫ്രണ്ട്സ്, നിങ്ങളുടെ ഒപ്പം നിന്നവർ, നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിച്ചവർ, എല്ലാവർക്കും നന്ദി പറയാം. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ: വിച്ച് ഫ്രണ്ട് ഹാസ് പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് മൈ ലൈഫ് ദ മോസ്റ്റ്? ആരാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിന്ന ഫ്രണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ക്വാളിറ്റീസ് ഡു ഐ അപ്രീഷിയേറ്റ് ഇൻ മൈ ഫ്രണ്ട്സ്? നമുക്ക് ചിലപ്പോൾ ലോയൽറ്റി ആയിരിക്കാം, വിശ്വാസം, നമ്മുടെ വിശ്വാസ്യത. നമ്മൾ ഒരാളോട് രഹസ്യം പറഞ്ഞാൽ അവിടെ സീക്രട്ട് സേഫ് ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം. അതുപോലെ എപ്പോഴും എന്തെങ്കിലും സഹായിക്കാൻ അയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവും, അവൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറേ ഫ്രണ്ട്സ്. ഹൗ ക്യാൻ ഐ ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു എ ഫ്രണ്ട് ടുഡേ? ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് എങ്ങനെ നന്ദി പ്രകടനം ചെയ്യാം? ഒരു മെസ്സേജ് ആവട്ടെ, നിനക്ക് സുഖമല്ലേ എന്നുള്ളൊരു ചോദ്യമാവട്ടെ, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ആകട്ടെ, എങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാം എന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇന്നത്തെ പ്രതിജ്ഞ: എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ജീവിതത്തിലെ അമൂല്യമായ സമ്മാനങ്ങളാണ്. അവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സൗഹൃദം എന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അടിത്തറയിലാണ് നിലകൊള്ളുന്നത്, അല്ലേ? സുഹൃത്തുക്കൾ നമ്മെ വളരാൻ സഹായിക്കുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു, ജീവിതത്തിൽ സന്തോഷവും പ്രത്യാശയും നിറയ്ക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷവും പ്രചോദനവും കൊണ്ടുവന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അവരുടെ സൗഹൃദം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇത്തരം സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തെ സമ്പന്നമാക്കുന്നു. ഫ്രണ്ട്സ് ആർ ദ ഫാമിലി വി ചൂസ് ആൻഡ് ദെയർ പ്രസൻസ് മേക്സ് ലൈഫ്സ് ജേർണി മോർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ, സൗഹൃദങ്ങൾ കൊണ്ട് സമ്പന്നമാകട്ടെ ജീവിതം, നല്ല സൗഹൃദങ്ങൾ നല്ല വഴി കാട്ടട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.